നമുക്ക് ഒരു സത്യം ഞാൻ പറയട്ടെ, യൂട്യൂബിൽ നമുക്ക് അത്രയും വലിയൊരു വരുമാനം കിട്ടത്തില്ല, കാര്യം പ്രത്യേകിച്ച് മലയാളം ഓഡിയൻസിന് വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വലിയൊരു സൈഡ് ബിസിനസ് അല്ലെങ്കിൽ സൈഡ് സ്രോതസ് കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു സ്രോതസിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാൻ പോകുന്നത്. എനിക്ക് ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടി വിൽക്കേണ്ടി വന്നു, എനിക്ക് കടം തീർക്കാൻ വേണ്ടിയിട്ട്. അത്രമാത്രം ഞാൻ കടത്തിലോട്ട് പോയി. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. ഈ നിക് വ്ലോഗ്സ് എന്ന് പറഞ്ഞ ആളുടെ കണ്ടന്റും അതേപോലെ പുള്ളിക്കാരനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഒരാൾ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് അയാളോട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ തോന്നുമല്ലോ. അതേപോലുള്ളൊരു ഇഷ്ടമാണ് ഈ പുള്ളിക്കാരൻ്റെ കണ്ടന്റുകളോടും കാര്യങ്ങളോടൊക്കെ. അപ്പോൾ പുള്ളിയുടെ വീഡിയോകൾ കണ്ടേക്കണവർക്ക് അറിയായിരിക്കും. അതെന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിനൊരു സന്തോഷം വരുന്നത്. അതായത് ഓരോരുത്തർക്ക് വീട് വെച്ച് കൊടുക്കുന്നതാണെങ്കിലും ഇപ്പോൾ പാവപ്പെട്ട ഓരോരുത്തരെ സഹായിക്കുന്നതാണെങ്കിലും അതേപോലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഇപ്പം എന്നോട് അതേപോലെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിക്കും. ഞാൻ ഒരിക്കലും പറയൂല ഞാൻ ചെയ്യാന്ന്. കാര്യം എന്താണ്, എൻ്റെ കയ്യിൽ അതിനുള്ള പൈസയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും എനിക്കത് ചെയ്യാൻ പറ്റുന്ന അത്രയും പൈസ എൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അത് ചെയ്യുമായിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാം വിറ്റ് വർക്കിയിട്ട് ഞാൻ ആൾക്കാരെ സഹായിക്കുക, അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. എന്നാൽ അതേപോലെ ചെയ്യുന്ന ആൾക്കാരെ എപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഈ നിക് വ്ലോഗ്സിനാണെങ്കിലും ഇതിന് മുന്നേയുള്ള വീഡിയോസിനകത്തൊക്കെ ഞാൻ നിക് വ്ലോഗ്സിനെ പറ്റി സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പം നിക് വ്ലോഗ്സിനെ പറ്റി പറയുന്ന പല കാര്യങ്ങളും, അതായത് വരുന്ന പല കാര്യങ്ങളാണെങ്കിലും അതായത് പുള്ളി എങ്ങനെയാണ് ഇങ്ങനെ ഒരു പൈസ ഉണ്ടാക്കുന്നത് പലർക്കും സംശയം ഉണ്ടാവും. എനിക്കും സംശയം തോന്നിയിട്ടുണ്ട് പുള്ളിക്ക് എവിടെ നിന്നാണ് ഇങ്ങനത്തെ പൈസ കിട്ടുന്നത്. പിന്നെ ഞാൻ ആലോചിച്ചു നമ്മൾ ഈ അപ്പം നിന്നാൽ പോലെ എന്തിനു കുഴി എണ്ണണേ എന്നുള്ള കാര്യം ഞാൻ പിന്നെ ആലോചിച്ചപ്പോഴത്തേക്കാണ് ഞാൻ പിന്നെ അതിനകത്തേക്ക് കൂടുതൽ അങ്ങോട്ട് കയറാണ്ടിരുന്നത്. പിന്നെ പുള്ളിക്കാരൻ്റെ വീഡിയോകളുടെ വ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണമെങ്കിൽ ഈ പുള്ളിക്കാരൻ്റെ വീഡിയോക്ക് ഉള്ള ചെലവിൻ്റെ ഒരു 4/1 അല്ലെങ്കിൽ ഒരു 10/1 പോലും നമുക്ക് ആ ഒരു വീഡിയോന്ന് കിട്ടണമെന്ന് തോന്നുന്നില്ല. കാര്യം അത്രത്തോളം കുറവാണ് അതിൻ്റെ ഓരോ വ്യൂസും. ഇപ്പൊ 3 ലക്ഷം 4 ലക്ഷം അങ്ങനത്തെ രീതിക്കാണ് വ്യൂസ്. പക്ഷെ പുള്ളിക്കാരന് അതിനകത്ത് ഇറക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ അത്രയും വലുതാണ്. അപ്പൊ അത്രയും പൈസ പുള്ളിക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരന്റെ വീഡിയോ തന്നെ നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എല്ലാവരോടും ഒരു വലിയൊരു നന്ദി പറയാനുണ്ട്. കാര്യം ഞാൻ നിങ്ങൾ കാരണം നമ്മുടെ വീഡിയോസിന് നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഒരുപാട് വലുതാണ്. പറയാൻ കാരണം കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ പ്രോജക്റ്റുകളും ഇങ്ങനത്തെ വലിയ പ്രോജക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രചോദനം നിങ്ങൾ തരുന്ന ഒറ്റ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയില്ല ഇങ്ങനത്തെ വലിയ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ അധികം പണത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സത്യം ഞാൻ പറയട്ടെ, യൂട്യൂബിൽ നമുക്ക് അത്രയും വലിയൊരു വരുമാനം കിട്ടത്തില്ല, കാര്യം പ്രത്യേകിച്ച് മലയാളം ഓഡിയൻസിന് വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വലിയൊരു സൈഡ് ബിസിനസ് അല്ലെങ്കിൽ സൈഡ് സ്രോതസ് കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു സ്രോതസിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാൻ പോകുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു ബ്രോക്കർ എന്നൊരു ആപ്പിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇതാണ് ബ്രോക്കർ. നിങ്ങൾ കാണുന്നത് നമ്മുടെ ഇമെയിലും പാസ്വേഡും കൊടുക്കണം. പിന്നെ നമ്മുടെ പ്രൊമോ കോഡ് NIK100 നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 100% ബോണസ് ആണ് ഓൺ യുവർ ഫസ്റ്റ് ഡെപ്പോസിറ്റ്. ഈ കാണുന്നത് ഇതാണ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നല്ല കിടിലൻ ഇന്റർഫേസ് ആണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് 130-ലധികം അസറ്റ്സും കറൻസീസും കാണാൻ പറ്റും. അതിൽ ഏത് വേണം നമുക്ക് ട്രേഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കൊരു ട്രേഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന പോലെ ഞാനൊരു അസറ്റ് സെലക്ട് ചെയ്തു. പിന്നെ ഇവിടുന്ന് ഒരു എമൗണ്ട് കൂടി ഞാൻ സെലക്ട് ചെയ്തു. എനിക്ക് തോന്നുന്നത് അപ്പോഴാ പോകുന്നു തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. യെസ്, നിങ്ങൾ നോക്കി വളരെ എളുപ്പത്തിൽ നമ്മൾ ട്രേഡ് ചെയ്ത് കുറച്ച് ക്യാഷ് ഏൺ ചെയ്തു. പിന്നെ നമുക്ക് ഈ കിട്ടിയ ക്യാഷ് വളരെ എളുപ്പത്തിൽ വിഡ്രോയും ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവരുടെ 24/7 സപ്പോർട്ടും ലഭ്യമാണ്. അപ്പോൾ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ കമന്റിലും പിൻ ചെയ്തു. നേരെ ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ കൂപ്പൺ കോഡ് NIK100 നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 100% ബോണസ് ആണ് ഓൺ യുവർ ഫസ്റ്റ് ഡെപ്പോസിറ്റ്. അപ്പം ഓൾ ദി ബെസ്റ്റ്. നിബന്ധനകളും വ്യവസ്ഥകളും ബാധകം. ഈ പ്ലാറ്റ്ഫോം ശീലമാനും സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനും വളരെയധികം ചാൻസ് കൂടുതലാണ്. ക്യാഷ് വെച്ചിട്ടുള്ള പരിപാടി തന്നെ ഞാൻ നിങ്ങൾ വീണ്ടും ഓർപ്പിക്കുകയാണ്. വേണ്ടത്ര ഗവേഷണം നടത്തുക, സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം ചെയ്യുക. അപ്പോൾ ഇപ്പൊ തന്നെ പോവുക, നിങ്ങളൊരു ഇൻകം. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോനകത്താണെങ്കിലും പുള്ളി കാണിക്കുന്നത് എന്താണ്, ഇതേപോലെ ഒരു ബെറ്റിംഗ് ആപ്പിനെ പ്രൊമോട്ട് ചെയ്തിട്ട് പുള്ളിക്കാരൻ അതിനകത്ത് കുറച്ച് പൈസ ഇടുമ്പോഴത്തേക്കും പുള്ളിക്ക് അതിൽ നിന്ന് വൻ രീതിക്കുള്ള ലാഭം കിട്ടി എന്നുള്ള രീതിക്കാണ് പുള്ളി കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു, ഇപ്പൊ ഇതേപോലെ പ്രൊമോഷൻ ചെയ്യുന്നവരാണെങ്കിൽ അവർ അതിന്റെ നല്ല സൈഡ് മാത്രമേ കാണിക്കുള്ളൂ. അല്ലാണ്ട് ഇവര് അതിനകത്ത് ഇട്ടിട്ട് അവരുടെ പൈസ പോണതോ അങ്ങനത്തെ ഒന്നും അവർ കാണിക്കൂല. ഇപ്പൊ നിക് വ്ലോഗ്സ് ആണെങ്കിലും ഇവിടെ ചെയ്തേക്കണതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പുള്ളിക്കാരൻ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതിനകത്ത് പൈസ ഇട്ട് കഴിഞ്ഞാൽ പൈസ പോകാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പൈസ കിട്ടുന്ന പോലെ കാണിക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് അത് കാണുന്നവർ എന്താ വിചാരിക്കും, ഓ പൈസ ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടും. ഈ ഇരട്ടിക്കുക എന്നൊക്കെ ഉള്ള ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്കും മലയാളികളുടെ മാത്രമല്ല ഈ മനുഷ്യന്മാരുടെ തന്നെ ഒരു സ്വഭാവമാണ്. ഈ എവിടെന്നെങ്കിലും ഫ്രീ ആയിട്ട് കുറച്ച് പൈസ കിട്ടുമെന്നോ അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് അത് ഇരട്ടിച്ച് കിട്ടുമെന്നോ കേട്ട് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഒന്ന് ഇട്ട് നോക്കാനായിട്ടുള്ള ഒരു ത്വര ആർക്കായാലും ഉണ്ടാവും. എനിക്കാണെങ്കിലും ഉണ്ട്, എല്ലാവർക്കും ഇത് കാണുന്നവർക്ക് ഭൂരിഭാഗം പേർക്ക് അത് ഉണ്ടാവും. അപ്പൊ ആ ഒരു സംഭവത്തിന് മുതലെടുക്കലാണ് ഇതേപോലുള്ള ആപ്പുകൾ ചെയ്യുന്നത്. അപ്പൊ ഇതേപോലുള്ള ആപ്പുകളെ പറ്റി ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാര്യം ഇതേപോലുള്ള ആപ്പുകൾ പല ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയനകത്തുള്ള പല ആൾക്കാർ
ആൾക്കാരും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് കൂടെയൊക്കെ പൈസ പോകുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, പൈസ പോകുന്നത് ആത്മഹത്യ ചെയ്യുന്നതായിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ അത്രയും പേരുടെ പൈസ കളഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിനകത്ത് വന്നിട്ട് ഈ നിക് വ്ലോഗ്സ് ഈ പൈസ കൊടുത്ത് ബാക്കിയുള്ളവരെ സഹായിക്കുന്നു, കുറച്ച് പേരെ സഹായിക്കുന്നത് കാണുമ്പോൾ, അതായത് ഒരുപാട് പേരുടെ പൈസ കളഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് കുറച്ച് പേരെ സഹായിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംഭവമാണ് ഇവിടെ നിക് വ്ലോഗ്സിന്റെ ഇതായിട്ടാണ്. അത് എന്തായാലും ഒരു മോശം പരിപാടി തന്നെയാണ്. ഇപ്പൊ നിക് വ്ലോഗ്സ് എന്തൊക്കെ നല്ലത് ചെയ്തു എന്ന് പറഞ്ഞാലും ഇവിടെ ഇങ്ങനത്തെ ഇത്രയും പേരുടെ പൈസ കളയുന്ന രീതിക്കുള്ള ഒരു കാര്യം പ്രൊമോട്ട് ചെയ്തിട്ട് ഇപ്പുറത്ത് വന്ന് നല്ലത് ചെയ്യുന്നത് അതൊരു നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇനി ഇത് ഈ ഒരു ആപ്പുകളിൽ കൂടെ ഇങ്ങനെ ഓരോരുത്തർ പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് അതിനകത്ത് പൈസ ഇട്ടിട്ട് ലക്ഷങ്ങൾ 20 ലക്ഷത്തിന്റെ അടുത്തോളം പൈസ പോയ ഒരു പുള്ളിക്കാരനെ പറ്റി അൽത്താഫ് വ്ലോഗ്സ് എന്ന് പറഞ്ഞ ഒരു ചാനലിനകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടു. പൈസ എന്റെ ജീവിതം തന്നെ പോകേണ്ട അവസ്ഥയിലായി. എനിക്ക് ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടി വിൽക്കേണ്ടി വന്നു, എനിക്ക് കടം തീർക്കാൻ വേണ്ടിട്ട്. അത്രമാത്രം ഞാൻ കടത്തിലോട്ട് പോയി. അപ്പൊ ഞാനിപ്പോ ഈ കാണുന്ന യൂട്യൂബിൽ ഇങ്ങനത്തെ വല്ല വീഡിയോസോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രൊമോട്ട് കാണുമ്പോൾ അതിന്റെ താഴത്ത് പോയി ഞാൻ കമന്റ് ചെയ്യാറുണ്ട്, ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ നിക്കിന്റെ കാര്യം എടുത്ത് പറയാം. നിക്കിന്റെ വീഡിയോ കണ്ട ഉടനെ മിനിഞ്ഞാന്നാണ് ഞാൻ കാണുന്നത്. അതിനടിയിൽ പോയി ഞാൻ മെസ്സേജ് ഇട്ടു, ഇങ്ങനെയുള്ളതിനെ പ്രൊമോട്ട് ചെയ്തെന്ന് വെച്ചാൽ പുള്ളിയുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ പുള്ളി ആരാണത് കൈകാര്യം ചെയ്യുന്നതല്ല, അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തു. അപ്പൊ വീണ്ടും ഞാൻ ഒരു കമന്റ് ഇട്ടു, വീണ്ടും ഡിലീറ്റ് ചെയ്തു. അപ്പൊ ഇത് മനഃപൂർവ്വം ചെയ്യുന്നല്ലേ? അവർക്കറിയാം ഇത്, അതായത് നെഗറ്റീവ് കമന്റ്സ് വരരുത് എന്നറിയാം. അതിൽ നിക്ക് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ അറിയാം ഈ പറയുന്ന കാര്യം നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാനാണെന്ന് ഉള്ള രീതി പറയുന്ന എല്ലാവർക്കും. പക്ഷെ അതിന്റെ കൂടെ തന്നെ പുള്ളി പറയുന്നുണ്ട് പൈസ നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കണം. അപ്പൊ പുള്ളിക്ക് അറിയാം സംഭവം നമ്മളൊരു അഡിക്ഷൻ ആക്കും. സംഭവം നമ്മൾ കുറച്ച് പൈസ ആദ്യം നമുക്ക് തരും, തന്ന് ഓട്ടോമാറ്റിക് നമ്മൾ അഡിക്ഷൻ ആവും. മദ്യപാനം പോലെ തന്നെയാണ്. എനിക്കെല്ലാം എന്റെ വൈഫ് പുറത്തുള്ളത്, സാലറി അയക്കുന്ന സമയത്ത് എനിക്ക് കൈ വിറയ്ക്കും ഇത് ചെയ്യാതെ. ഈ ആപ്പിലോട്ട് പൈസ ഇട്ട് കൈ വിറയ്ക്കും. ഞാൻ പറഞ്ഞ നമുക്ക് വിശ്വസിക്കില്ല, ആ ഒരു അവസ്ഥയിലോട്ട് എത്തും. ഞാനിപ്പോ അതെല്ലാം നിർത്തി. പക്ഷെ ഇനി പ്രത്യേകിച്ച് ചെറുപ്പക്കാരുള്ള ചെറിയ പിള്ളേർന്നത് ചെയ്യുമ്പോൾ പൈസയ്ക്ക് വേണ്ടി അവർ പലതും ചെയ്യേണ്ടി വരും. എത്ര രൂപ പോയിട്ടുണ്ട് ഇപ്പോ ഇതുവരെ? എനിക്ക് ഞാനൊരു 20 ലക്ഷത്തിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, വിറ്റു. അതെങ്ങനെയാ വെച്ചാൽ ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ബിനോം എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പൊ അതിലൊക്കെ നമ്മൾ 350 രൂപ മിനിമം ഒരു ട്രേഡ് എന്ന് വെച്ചാൽ 350, 1000 ഇപ്പൊ നമുക്ക് ചില സമയത്ത് കിട്ടും, പൈസ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ പിന്നെ 1000, അതിൽ 60,000 വരെ നമുക്ക് ഞാൻ ചെയ്യുന്ന സമയത്തിലായിരുന്നു. അപ്പൊ ഞാൻ 25,000, 40,000 കിട്ടുന്നുണ്ട് ഒരു ട്രേഡ്. വലിയ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ എപ്പോഴൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പൊ നമ്മൾ വാച്ച് ചെയ്യും. പിന്നെ നമ്മൾ ട്രേഡ് ഒന്നും കിട്ടില്ല നമുക്ക്. പക്ഷെ നമ്മൾ ചെറിയ എമൗണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അങ്ങനെ പല പല രീതിയിൽ ഞാൻ കുറെ നോക്കിയായിരുന്നു, പല പല രീതിയിൽ ട്രിക്ക് ഉണ്ട്. പക്ഷെ എന്തായാലും അവസാനം നമ്മുടെ പൈസ അങ്ങോട്ടായിരിക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും തരത്തിൽ നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടിയെന്ന് വെച്ചോ, അപ്പൊ അവർ വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ പറയും ഇത് ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ട്രേഡാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഈ വിഡ്രോവൽ നിങ്ങൾ പെൻഡിങ് വെച്ചെന്ന് പറയും. ആ പൈസ തരില്ല. അങ്ങനെ പല രീതിയിലുണ്ട്. ഞാൻ പറയുന്നത് ഇതെല്ലാം ഉടായ്പ പരിപാടിയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കെല്ലാം ഇങ്ങനത്തെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന പൈസ എന്ന് വെച്ചാൽ ലക്ഷങ്ങളാണ്. മിനിമം 1-2 ലക്ഷം രൂപ കൊടുത്തിട്ടായിരിക്കും എനിക്കത് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ പുള്ളിക്ക് ഈ പറയുന്ന വീട് റെഡിയായി കൊടുക്കാനോ ചോർച്ച എടുപ്പിക്കുന്ന മാറ്റാനോ വേണ്ടിയിട്ട് ഈ പൈസ ധാരാളമാണ്. പുള്ളി അതിന് പൈസ ഉണ്ടാക്കുന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പുള്ളി അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് രണ്ടുപേർക്ക് ഗുണം കിട്ടുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ചെറുപ്പക്കാർ നശിച്ചുകൊണ്ടിരിക്കുക. എത്ര പേര് ഇതിലിടുന്നുണ്ടാവും ഒന്ന് ആലോചിച്ചു. പ്രത്യേകിച്ച് അങ്ങനെയുള്ള ഒരു പുള്ളിയൊക്കെ പറയുമ്പോൾ വിശ്വസിച്ചിട്ട് പോകും, പൈസ ഇട്ട് പോകും, അല്ലെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യും, ഈ കാര്യങ്ങൾ ചെയ്തു പോകും. 1 പ്രാവശ്യം 2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അഡിക്റ്റ് ആയി പോകും. അപ്പൊ ഞങ്ങൾ സമ്പാദിച്ച പൈസ എല്ലാം, അവൾ എനിക്ക് അയച്ചു തരുന്ന പൈസ എല്ലാം സത്യം പറഞ്ഞാൽ പോയി. ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്റെ കയ്യിൽ ഇപ്പം കാറല്ല എല്ലാം വിറ്റു. ഞാൻ ഒരു സ്കൂട്ടർ കൊണ്ട് നടക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് മോശം അവസ്ഥയിലോട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒരു ചോദ്യം ചോദിക്കും, ഇത് പെട്ടെന്ന് 20 പോകത്തില്ലല്ലോ, 1000, 10,000 കഴിഞ്ഞാൽ 20 എത്തുന്നേ. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ഒരു ദിവസം ഇത് ട്രേഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് സമയം ചെയ്തിട്ട് നിർത്താമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മളിപ്പോ ഇന്നത്തെ ഞാൻ ട്രേഡ് ചെയ്തു ഒരു 5,000 രൂപ ഉണ്ട്. 5,000 രൂപ പോയി. 5,000 രൂപ പോയപ്പോ പിന്നെ ഞാൻ കുറച്ചു നേരം ടെൻഷൻ അടിച്ചിരിക്കും, എന്റെ ഈ 5,000 പോയല്ലോ, എങ്ങനെ തിരിച്ചു പിടിക്കണല്ലോ. അപ്പൊ ഞാൻ ആരോടെങ്കിലും ഒരു 10 രൂപ കടം വാങ്ങിക്കും. കടം വാങ്ങിച്ചിട്ട് പിന്നെ ഇതിലോട്ട് ഇട്ട് കളിക്കും. കളിച്ചപ്പോ 10 രൂപ കിട്ടുമ്പോൾ ചിലപ്പോ 15 രൂപയാവും, 18 രൂപയാവും. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇതായി അപ്പൊ പൈസ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ കളിച്ച് നോക്കുമ്പോ മൊത്തം പോകും. അപ്പൊ അന്നത്തെ ദിവസം 15 രൂപയാവും. അപ്പൊ ഒരു മനുഷ്യന്റെ കപ്പാസിറ്റി എന്താണോ അതിനനുസരിച്ച് അവൻ കടം വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. കള്ളു കുടിക്കുന്നവൻ പോലും ഒരു ലിമിറ്റ് കുടിച്ച് ഓഫായി കിടന്നു പോകുന്ന വെക്കാം. ഇത് അങ്ങനെയല്ലല്ലോ. അങ്ങനെ ഞാൻ ഒരു ദിവസം 1 ലക്ഷം രൂപ കളഞ്ഞ ദിവസങ്ങൾ.
ഓക്കെ, അപ്പൊ കേട്ടല്ലോ, അതാണ് അതിന്റെ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോ ആദ്യം ഇപ്പൊ ഒരു 50 രൂപയോ അല്ലെങ്കിൽ 100 രൂപയോ ഇട്ടിട്ടായിരിക്കും ഈ ഒരു സംഭവം തുടങ്ങുന്നത്. അപ്പൊ ആദ്യമൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടി വരും. പിന്നെ ഒരു സമയം എത്തുമ്പോഴത്തേക്ക് ഇത് കിട്ടാതെ വരും. കിട്ടാതെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും അന്ന് ഒരു 100 രൂപയും കൂടി ഇട്ട് നോക്കുക, അപ്പൊ നമുക്ക് ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഇടും. എന്നിട്ട് അതും പോയി കഴിയുമ്പോഴത്തേക്ക് അത് തിരിച്ചു പിടിക്കാനായിട്ട് പിന്നെ ഇടും. അങ്ങനെ ഇട്ട് ലാസ്റ്റ് നമ്മുടെ കുടുംബം വരെ വിൽക്കേണ്ട ഒരു അവസ്ഥ വരും. ഇപ്പൊ ഈ പുള്ളി പറഞ്ഞ കേട്ടല്ലേ, പുള്ളിയുടെ 20 ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ടത്. 1-2 രൂപ എന്നല്ലേ, 20 ലക്ഷം രൂപ. അപ്പൊ അത്രയും രൂപ വരെ കളയാനായിട്ടും പലരും ആത്മഹത്യ ചെയ്യുന്നു. അപ്പൊ ഇതേപോലുള്ള ഇത്രയും നമ്മൾ ആലോചിച്ചിട്ട് വേണം ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ എന്നാണ് എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത്. ഇപ്പൊ നിക് വ്ലോഗ്സ് തന്നെ ആണെങ്കിലോടും നിങ്ങളുടെയൊക്കെ കണ്ടന്റുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ വേറൊരു രീതിക്ക് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാര്യം ഇതേപോലുള്ള കാര്യങ്ങളിനകത്ത് റിസ്ക് ഉണ്ടെന്ന് എല്ലാം അറിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു കാര്യം പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ അപ്പുറത്തെ ഭാഗത്ത് ഇതൊക്കെ അനുഭവിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. അപ്പൊ അവരുടെയും കൂടെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതേപോലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാവരോടും കൂടെയാണ് ഞാൻ പറയുന്നത്. നിക് വ്ലോഗ്സിന് മാത്രം എടുത്തുവിടാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കാര്യം പുള്ളിക്കാരൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് മാത്രം. അപ്പൊ എന്താണ് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ